വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട സമരം ശക്തമായി തുടർന്ന സിജെപി സമരം ചെയ്യുന്ന സിജെപി പ്രവർത്തകർക്ക് പിന്തുണ നൽകി ഇടത് എംപിമാർ ജന്തർ മന്ദർ സന്ദർശിച്ചു. സിജെപി സമരത്തോട് മുഖം തിരിക്കുന്ന കോൺഗ്രസ് നിലപാടിനെയും ഇടത് എംപിമാർ വിമർശിച്ചു. അതേസമയം വിമർശനം ശക്തമായതോടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ബദൽ സമരവുമായി കോൺഗ്രസ് എത്തി. കോൺഗ്രസിന്റേത് സിജെപി സമരത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്ന ആം ആദ്മി വിമർശനം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ കേന്ദ്രവും അതുപോലെ തന്നെ ദില്ലി പോലീസും ശക്തമായ ഒരു കയ്യാങ്കളി ഈ സമരത്തിന് നേരെ ഉണ്ടായത്. സമരപ്പന്തൽ പൊളിച്ച് സമരക്കാരെ അടക്കം ആക്രമിക്കുന്ന സമീപനമായിരുന്നു ദില്ലി പോലീസ് സ്വീകരിച്ചത്. എന്നാൽ അതിനെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇന്ന് നേരെ സമരപ്പന്തൽ പുനഃസ്ഥാപിച്ച് ശക്തമായ സമരത്തിലേക്ക് സിജെപി കടന്നിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ അത്രയും സമരത്തെ തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്നാണ് ബദൽ സമരവുമായി ദില്ലിയിലേക്ക് എത്തുന്നത്. സമരം കൂടുതൽ ശക്തമാകുമ്പോൾ കേന്ദ്രസേനയെ കൂടുതൽ വിന്യസിച്ചിരിക്കുകയാണ്. ജന്തർ മന്ദർ അടക്കം ദില്ലി പൂർണ്ണമായും ഭയങ്കരമായ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതെ, തീർച്ചയായിട്ടും സിജെപിയുടെ പ്രതിഷേധത്തിന് വലിയ പിന്തുണയാണ്, ജനകീയ പിന്തുണ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ തോതിലുള്ള അതിക്രമം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു അതിക്രമം ഉണ്ടായതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള ഒരു പിന്തുണ എന്തായാലും സിജെപിയുടെ പ്രതിഷേധത്തിന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ അടക്കം ഇടത് നേതാക്കളടക്കം സിജെപി സമരപ്പന്തൽ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരെയൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു. ഇന്ന് ഇടത് എംപിമാരെല്ലാവരും തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തിയിരുന്നു. ഇടത് എംപിമാർക്ക് പുറമെ മറ്റ് പ്രതിപക്ഷ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം ജന്തർ മന്ദറിലേക്ക് എത്തുന്നുണ്ട്. സിജെപി സമരത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ സിജെപി പ്രതിഷേധത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ RSP ഉൾപ്പെടെയുള്ള പാർട്ടികളും ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ അവിടെയാണ് കോൺഗ്രസ് പാർട്ടി ഇതുവരെ പ്രതിഷേധങ്ങൾക്ക് സിജെപി പ്രതിഷേധത്തിന് പിന്തുണ നൽകാൻ തയ്യാറായിട്ടില്ല. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ വലിയ വിമർശനമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പാർലമെൻറ്റ് മാർച്ചടക്കം തീരുമാനിച്ചിരുന്നതാണ്. അതായത് പാർലമെൻറ്റിൽ നിന്ന് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെ വിജയ് ചൗക്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അത്തരമൊരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ അതിൽ കോൺഗ്രസ് പിന്മാറിയ ഒരു ഘട്ടത്തിലാണ് പിന്നീട് ഇടത് എംപിമാർ മാത്രം ഈ ഒരു സിജെപി പ്രതിഷേധ വേദിയിലേക്കൊക്കെ തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സിജെപി സമരത്തിന് ബദലായി മറ്റൊരു സമരമാർഗം കോൺഗ്രസ് ഇന്ന് ആവിഷ്കരിച്ചത്. അതും കൊടുന്നനെയുള്ള ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് കോൺഗ്രസ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എംപിമാരെല്ലാം പ്രധാനമന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. അതിൽ വലിയ തലത്തിലുള്ള പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് മാറ്റിയത്. അതിൽ വനിതാ എംപിമാരെ അടക്കം റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി എന്തായാലും ഇന്നത്തെ പ്രതിഷേധത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സിജെപി പ്രതിഷേധം വലിയ ജനകീയമായി മാറുമ്പോഴാണ് സിജെപി വേദിയിൽ ഇത് ഒരു തവണ പോലും പോകാത്ത രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ വിമർശനം ശക്തമായ ആ ഒരു ഘട്ടത്തിൽ ഒരു ബദൽ സമരവുമായി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ ദില്ലിയിലുണ്ട്. കാരണം ഈ വലിയ തോതിൽ പ്രതിഷേധം ശക്തിപ്പെടുന്ന ആ ഒരു ഘട്ടത്തിലാണ് സുരക്ഷാ വിന്യാസം രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും വിഷ്ണു, ഈ പ്രതിഷേധം ഇങ്ങനെ കനക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നതാണ് രാജ്യമടക്കം ഉറ്റുനോക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ നടപടിക്കെതിരെയാണ് ഇന്ത്യയിലെ യുവത്വം തെരുവിലേക്ക് ഇറങ്ങിയത്. കുറച്ച് ദിവസങ്ങളായി ഇവരുടെ സമരം ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഇനി എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്.
ആര്യ, തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമരം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഉറപ്പ് നൽകിയത് പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യാം എന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പിന്നീട് അതിന് വഴങ്ങിയില്ല. മറ്റൊരു ഉറപ്പ് കൂടി വേണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൂടി ഉറപ്പ് നൽകണം, അതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് രാഹുൽ ഗാന്ധി രണ്ടാമതൊരു നിലപാട് കൂടി ഇന്ന് സ്വീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയർന്നു വരും, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നും പാർലമെന്റിന്റെ ഇരു സഭകളും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ സ്തംഭനത്തിലേക്ക് പോയിരുന്നു. ഏകദേശം 3 തവണയാണ് ഇരു സഭകളും നിർത്തിവെക്കേണ്ടി വന്നത്. അതിനുശേഷം ഇന്നത്തേക്ക് സഭാ നടപടികൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് നാളെ മുതൽ അതിശക്തമായിട്ട് ഈ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ മർദ്ദനം, CJP പ്രതിഷേധം, അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയം അതിശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഏത് തലത്തിൽ ഇനി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതും ഏറെ പ്രസക്തമാണ്. ആര്യ, ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.